ഓം സദ്ഗുരുഭ്യോ നമ. അരുണാരുണകല്ലോല കരുണാകലിതാത്മനെ നരാനുഗ്രഹരൂപായ ഗുരുവേ കുസുമാഞ്ജലി. സംപൂജ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ, ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങളുടെയും എൻ്റെ ഗുരുനാഥനായ പരംപൂജ്യ സന്ത് വിശ്വരത്ന സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി തൃപാദങ്ങളെയും നമസ്കരിച്ചുകൊണ്ട്, പ്രിയ ഭക്തജനങ്ങളെ, ഈ വരുന്ന 29-ാം തീയതി, അതായത് അടുത്ത ഞായറാഴ്ച കാലത്ത് 10 മണിക്ക് മുംബൈ ബദലാപൂർ ശ്രീരാമദാസ് ആശ്രമം രാമഗിരിയിൽ സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാവരണം ചെയ്യുകയാണ്. ഈ സന്ദർഭത്തിൽ മുംബൈയിലും പരിസരത്തുമുള്ള എല്ലാ സജ്ജനങ്ങളും ആശ്രമത്തിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതൊരു അറിയിപ്പായി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത്, മുംബൈ ബദലാപൂർ ശ്രീരാമദാസ ആശ്രമം ഏതാണ്ട് കഴിഞ്ഞ 50 വർഷത്തോളമായി നിലകൊള്ളുന്നു. ഈ ആശ്രമത്തിൽ ഏതാണ്ട് 50ഓളം ക്ഷേത്രങ്ങളുണ്ട്. അതിൽ എടുത്തു പറയത്തക്കതായിട്ടുള്ള, അതല്ലെങ്കിൽ പൊതുജനങ്ങൾ അറിയാത്തതായിട്ടുള്ള രണ്ട് ക്ഷേത്രം, ഒന്ന് വേദമന്ദിറാണ്, 2 ഭാരതാംബ മന്ദിർ. ഹിന്ദുവിന് അവന്റെ ഗ്രന്ഥം എന്താണെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ട് പരംപൂജ്യ സന്ത് സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി തൃപാദങ്ങള് അവിടെ വേദമന്ദിരം സ്ഥാപിച്ചു. 4 വേദങ്ങളെയും വെച്ച് ഋഗ്, യജു, സാമ, അഥർവ വേദങ്ങളെ വെച്ച് പൂജിക്കുക. എപ്രകാരമാണോ നിത്യശാന്തി മറ്റുള്ള ദേവന്മാർക്ക് ചെയ്യുന്നത്, അതുപോലെ നിത്യശാന്തി ചെയ്യുന്ന വേദമന്ദിർ. അടുത്തതായിട്ട് രാമഗിരിയിൽ തന്നെയുള്ള രാമേശ്വരത്ത് സ്ഥിതി ചെയ്യുന്ന ഭാരതാംബ മന്ദിർ. ഭാരത് മാതാവിനെ സ്നേഹിക്കുന്നത് പോലെ, പൂജിക്കുന്നത് പോലെ സ്വന്തം അച്ഛനെയും അമ്മയും ആദ്യം പൂജിക്കണം. അങ്ങനെ അച്ഛനമ്മമാരുടെ പാദപൂജ ചെയ്യാനായിട്ട്, അതിന് ദർശനം നൽകാനായിട്ട് ഭാരതാംബയെ സ്ഥാപിച്ചിരിക്കുന്നു. നിത്യേന ധാരാളം ജനങ്ങൾ ആശ്രമത്തിലെത്തി നദിയിൽ മുങ്ങിക്കുളിച്ച് അച്ഛനും അമ്മയും മക്കളുമായിട്ട് വന്നിരുന്നിട്ട് അച്ഛനെയും അമ്മയെയും കസേരയിൽ ഇരുത്തിയിട്ട് മക്കള്, അവരുടെ കുട്ടികള്, അത് മുതിർന്നവരും ചെറിയ കുട്ടികളും ഒക്കെയുണ്ട്, അച്ഛന്റെ കാല് കഴുകി അതിൽ ചന്ദനം പുരട്ടി, അതിൽ കുങ്കുമം പുരട്ടി, അച്ഛന് മാലയിട്ട് കർപ്പൂരാരതി ചെയ്തുകൊണ്ട് കർപ്പൂരാരതി ചെയ്ത് അവരെ പുഷ്പ സമർപ്പണം ചെയ്ത് അവരുടെ അനുഗ്രഹം വാങ്ങിക്കുന്ന ഒരു സമ്പ്രദായം. കാരണം അച്ഛനും അമ്മയും എന്താണെന്നുള്ള ആ ബന്ധം അറിഞ്ഞിരിക്കാൻ, അച്ഛന്റെ ആ വലിപ്പം, അമ്മയുടെ വലിപ്പം, മനസ്സില് സങ്കല്പം, ഇതിന് വളരെ ആഴമുള്ള ചിന്തകളാണ്. അത് കുട്ടികൾക്ക് മനസ്സിലാക്കാനായിട്ട് അപ്രകാരം ഭാരതാംബ മന്ദിർ. പിന്നെ മലയാളിയുടെ സ്വന്തം അഹങ്കാരമായ ശ്രീ ശബരിമല. എപ്രകാരമാണോ നാട്ടിൽ നമ്മൾ ശബരിമലയിൽ പോകുന്നത്, അതുപോലെ കെട്ടി ശബരിമലയ്ക്ക് പോകാനും നമ്മൾ എപ്രകാരം മല കയറുന്നുവോ നാട്ടിൽ, അതുപോലെ തന്നെ കാളകെട്ടിയും അഴുതയും പമ്പയും എല്ലാം കടന്ന് പമ്പ സ്നാനം ചെയ്ത്, പമ്പ സദ്യ ചെയ്ത്, പിന്നെയും മലകൾ കയറി സന്നിധാനത്തെത്തി ഭഗവാൻ അഭിഷേകം ചെയ്യുന്നു. നമ്മള് പൊന്നമ്പല മേട് എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. ആ മലമുകളിൽ അവിടെ എത്തി അയ്യപ്പന് അഭിഷേകം ചെയ്തുകൊണ്ട് നമ്മൾ ആ മല കയറുന്ന യാത്ര, ശബരിമല യാത്ര സമ്പൂർണമാക്കുന്നു. പിന്നെ ചതുർധാം, ദ്വാരകയുണ്ട്, അയോധ്യയുണ്ട്, കാശി, രാമേശ്വരം, അങ്ങനെ ചതുർധാം. അതുപോലെ തന്നെ ഭാരത് ഗുരുമണ്ഡപം, ഭാരതത്തിന്റെ പൂർവ്വസൂരികളായിട്ടുള്ള ആചാര്യന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഭാരത് ഗുരുമണ്ഡപം ഉണ്ടാക്കി. അതിൽ തന്നെ സർവാദരണീയനായ ആചാര്യ പാദര് ചട്ടമ്പി സ്വാമികള്, നാരായണ ഗുരുദേവൻ, സ്വാമി സമർത്ഥ് രാംദാസ്, സായിബാബ ഇത്യാദി ഗുരുദേവന്മാരുടെ ക്ഷേത്രപ്രതിഷ്ഠ ചെയ്തു. ഇപ്പോൾ മാറി വന്നിരിക്കുന്ന ചില രാഷ്ട്രീയ സാഹചര്യം, ചില സാമുദായിക ച്യുതികൾ മൂലമുണ്ടായിരിക്കുന്ന ചില സംഭവങ്ങൾ, അതിന്റെ പശ്ചാത്തലത്തിൽ
സംപൂജ്യ സന്ത് പരംപൂജ്യ സന്ത് സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി തൃപ്പാദങ്ങള് ഒരു തീരുമാനമെടുത്തു. സമുദായ ആചാര്യനായ മന്നത്ത് പത്മനാഭന്റെ ഒരു പ്രതിമയും നമുക്ക് ആശ്രമത്തിൽ സ്ഥാപിക്കണം. കാരണം നായരോ നായാടിയോ ആരായിരുന്നാലും നമ്പൂതിരിയോ ആരായിരുന്നാലും അവർക്ക് നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള ആചാര്യന്മാരുടെ പാതാരബിന്ദങ്ങളിൽ ഒരു പുഷ്പം സമർപ്പിക്കാനുള്ള അവകാശമുണ്ട്. സമുദായ ആചാര്യന്റെ മണ്ണ് എന്ന രീതിയിൽ നമ്മൾ കീർത്തി കേട്ട ചങ്ങനാശ്ശേരിയിൽ എത്താനും അവിടെ അദ്ദേഹത്തിന്റെ സമാധി മണ്ഡപത്തിൽ ഒരു പുഷ്പം സമർപ്പിക്കാനും ഇന്ന് പലർക്കും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്, അതുപോലെ പശ്ചിമ ബംഗാളിന്റെ ഗവർണറായിരിക്കുന്ന ആനന്ദ ബോസ്, അതുപോലെ മറ്റ് പല പ്രമുഖരും അവിടെ എത്തിയിട്ട് വളരെ വിഷമത്തോടുകൂടി തിരിച്ചു പോരേണ്ട ഒരു അവസ്ഥ സംജാതമായിരിക്കുന്നു. ഇതാണ് നായർ സമുദായത്തിന്റെ ചുതിക്കുള്ള ഏറ്റവും വലിയ കാരണവും. കാരണം സമുദായത്തിന്റെ മഹത്വം, സമുദായ ആചാര്യന്മാരുടെ മഹത്വം, അവരുടെ സങ്കല്പത്തെ അറിയാൻ വയ്യാത്ത ഒരു വിഭാഗം ഇന്ന് അവിടെ അടക്കി ഭരിക്കുകയും അവര് സമൂഹത്തിൽ നിന്ന് വളരെ പിന്നിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മൂല്യച്യുതി, അത് സമുദായ ആചാര്യനായ മന്നത്ത് പത്മനാഭനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമതയുണ്ടാക്കുന്നതാണ്. അങ്ങനെ ഉണ്ടാകാതെ എല്ലാവർക്കും പൂർവ്വസൂരികളെ എല്ലാവരേക്കും നമസ്കരിക്കാനുള്ള ഒരു അവസരം, അത് ആദിവാസിയായിരുന്നാലും ഇവിടെ ഏറ്റവും താഴെയുള്ളവനെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ട്, അവര് മുതൽ, അങ്ങനെ താഴെയുള്ളവരുണ്ടെങ്കിൽ അവര് മുതൽ ഇന്ത്യൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് വരെ ഒരുപോലെ വന്ന് പൂർവ്വസൂരികളെ നമസ്കരിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അടുത്ത ഞായറാഴ്ച 29-ാം തീയതി മാർച്ച് മാസത്തില് രാമഗിരി ബദലാപൂര് സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാവരണം ചെയ്യുകയാണ്. ഈ സമയത്ത് സമുദായ സ്നേഹികളും മറ്റ് രാഷ്ട്രീയ മേഖലയിലുള്ളവരും സാമുദായിക സംഘടനകള് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും ഈ അവസരത്തിൽ രാമഗിരിയിൽ എത്തണമെന്നും ഇത് ഒരു അറിയിപ്പായി സ്വീകരിച്ചുകൊണ്ട് തദവസരത്തിൽ എത്തിച്ചേരണമെന്നും പ്രസ്തുത സംരംഭത്തെ വിജയമാക്കി തീർക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും ആഗ്രഹിച്ചുകൊണ്ട് പരംപൂജ്യ സന്ത് സ്വാമി കൃഷ്ണാനന്ദ സരസ്വതിക്ക് വേണ്ടി ഈ വാക്കുകളെ സമർപ്പിക്കുന്നു. എല്ലാവരെയും രാമഗിരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് സീതാറാം.